പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വില്ല പ്രോജക്റ്റും മറ്റേ ഹോം സ്റ്റേയുടെ ഒക്കെ കൂടെ പരിപാടി നടക്കുന്നിടത്ത് അങ്ങോട്ടുള്ള റോഡിൻ്റെ കോൺക്രീറ്റ് നടക്കുന്നു. ഇന്ന് വലിയ മഴയൊന്നും ഇല്ലാതുകൊണ്ട് 2 ദിവസമായിട്ട് തെളിവായിരുന്നു. അതുകൊണ്ട് ആ തെളിവ് കിട്ടിയ സമയത്ത് നമ്മൾ റോഡ് ചെയ്തിടാന്നുകൊണ്ടാണ്. റോഡ് കോൺക്രീറ്റ് ചെയ്തിടുവാണെങ്കിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് മഴയാണേലും പണി തീർത്തെടുക്കാം, സാധനങ്ങളൊക്കെ കയറ്റും. അതുകൊണ്ട് റോഡിൻ്റെ കോൺക്രീറ്റ് ഒക്കെ തുടങ്ങി, വർക്കുകളൊക്കെ നല്ല ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു വീടിൻ്റെ പണി ഏതാണ്ടെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഹോം സ്റ്റേയുടെ അതെല്ലാം കൊടുക്കാനുള്ള ലെവലിലേക്ക് ആയിട്ടുണ്ട്. അകത്തെ ഫർണിഷിങ് പരിപാടികളെല്ലാം തീർന്ന് കിടക്കുന്നു. കോൺക്രീറ്റുകളിലൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം പണിത് അവിടെ വരെ ആയി. മഴയൊക്കെ കഴിഞ്ഞ് വെയിലനിക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. എനിക്കാണെങ്കിൽ പനിയും പിടിച്ച് നിൽക്കുക. സ്കൂളിലൊന്നും പോയില്ല. അപ്പം മാസ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുക. അപ്പം മണ്ടയിൽ ഇങ്ങോട്ടുള്ള മിറ്റിലെടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഏലത്തിൻ്റെ നടുക്കൂടി കയറി പോവുക കേട്ടോ. മഴ തുടങ്ങിയ പിന്നെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. കുറേ ആയി വന്നിട്ട്. മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഏലത്തിനൊക്കെ ഒരു പച്ചക്കളറുണ്ട്, അല്ലാതെ പച്ചക്കളറുണ്ട്. ഈ മഴയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അല്ലാതെ അതിൻ്റെ കൂടെ വേറൊരു പച്ചക്കളറുകളുണ്ട്. ഇത് കായൊക്കെ എടുത്ത് നിൽക്കുന്ന ഏലം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അടുത്ത ട്രിപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ. പനിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് സൗണ്ടൊന്നും വരുന്നില്ല. കിതച്ച് സംസാരിക്കുന്നത്. സ്റ്റാമിനയൊക്കെ പോയി. നമ്മുടെ കാന്താരിയിൽ ഒരു മുളക് പോലും ഇല്ല, എല്ലാം പോയി. അമ്മ വന്ന് പറിച്ചുകൊണ്ട് പോയതാണെന്ന് തോന്നുന്നു. മേളിലത്തെ ഏലത്തേൽ അത്യാവശ്യം കായുണ്ട് കേട്ടോ. താഴെയൊന്നും ഇല്ലായിരുന്നു. മേളിലോട്ട് കയറി വന്നപ്പോൾ ഇതിൽ അത്യാവശ്യം കായൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ നടന്ന് നമ്മുടെ പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ താഴോട്ടുള്ള മിറ്റിലാട്ടോ ഈ എടുക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകുന്നത്. നമ്മൾ മിറ്റിലൊക്കെ കയറ്റി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴോട്ട് പോയേക്കാം. ഇതാണ് നമ്മുടെ ഡ്രൈവർ, പുതിയ ഡ്രൈവർ അനന്തു. അതെ, ഡ്രൈവർ പ്ലസ് ഓപ്പറേറ്റർ. അതെ, ഡ്രൈവർ സ്പൾബർ ഓൾ ഇൻ വൺ ആയി ഇവിടുത്തെ. മെയിൻ റോഡിലോട്ട് കയറുക. മണ്ടയിലൊക്കെ എന്നെ പൊടിയായിരുന്നു. മണ്ടയിലൊക്കെ പൊടി. അതെ, ഇങ്ങോട്ട് വലിയ കുഴപ്പമില്ല. അതെ, നമ്മൾ സൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. മുതലാളി ഇവിടെ നിൽക്കുന്നുണ്ട്. പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാം. പെട്ടെന്ന് വന്നില്ലേ? ലോഡ് വേണമെന്ന് പറഞ്ഞു. ലോഡ് പെട്ടെന്ന് പോകും. ലോഡ് വേണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വരണം. ലോഡ് ഇവിടെ തീരുന്നതനുസരിച്ച് സാധനം വന്നുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പണി പെൻഡിങ് ആവും. അപ്പം എത്രയും പെട്ടെന്ന് ചെയ്യണം. മലവലൊന്നോ മഴ അങ്ങ് മാറിയപ്പോ പൊടി കയറിയത്. മഴ മാറുമ്പോഴത്തേക്കിനും മൊത്തം പൊടിയാവും. പോട്ടെ മുന്നോട്ട് പോയിട്ട് ഇങ്ങോട്ട് വാ. ഇവിടെ വരട്ടെ നേരെ വാ. പോട്ടെ ഇതിനിപ്പോ മൊത്തം തീരുന്ന വരണ്ടോ, അതോ ഇനി എടുക്കണം? എടുക്കണം. നമുക്കിനി ക്ലേ എടുക്കണം കേട്ടോ. ക്ലേ എടുക്കാനുള്ള ചാക്കാണ് ഇത് രണ്ടും. അമ്മയ്ക്കൊക്കെ അവിടെ അടുപ്പ് ഉണ്ടാക്കാനായിട്ട് ക്ലേ വേണമെന്ന് പറയാം. നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് കൊടുത്തു നോക്കാം. അവിടെ ചെല്ലുമ്പോൾ അത് നമ്മളെ കൊണ്ട് തന്നെ ഉണ്ടാക്കും. എന്നാലും ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയേക്കാം. വീട്ടിലൊക്കെ കൊണ്ടിട്ട് നിന്നപ്പോഴാ നമുക്ക് അടുത്ത ഓർഡർ തന്നെ. താഴോട്ട് ഒരു ലോഡ് എംസാൻഡും കൊണ്ടില്ല. അപ്പൊ നമ്മൾ എംസാൻഡ് ലോഡിങ്ങാ.
അങ്ങനെ നമ്മളെ അടുപ്പൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അടുപ്പിടിയിൽ ചടങ്ങാണ്. ഞങ്ങൾ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ നല്ല പശമണ്ണുണ്ടായിരുന്നു. ആ മണ്ണെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നു. നമ്മുടെ ഹോം സ്റ്റേയുടെയൊക്കെ അവിടുന്ന് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന വഴിക്ക്. അപ്പോൾ എന്നാൽ പിന്നെ നമ്മളവിടെ അടുപ്പ് അങ്ങ് സെറ്റ് ചെയ്തേക്കാന്ന് വെച്ചു. അപ്പോൾ അടുപ്പ് എങ്ങനെയുണ്ട്? കുഴച്ച് നല്ല വെച്ചിട്ട് രസമുണ്ട് കേട്ടോ. ചാണകം വഴിയാ തറവാലുണ്ടല്ലേ? നല്ല രസമുണ്ട് ഈ മണ്ണ് കുഴയ്ക്കാൻ. ആ നല്ല പശയുള്ള മണ്ണല്ലേ? പക്ഷേ കേട്ടോ ഇത് കുറേ സമയം എടുത്ത് ഞാനിതൊന്ന് കുഴച്ചെടുക്കാനേ. ഇങ്ങനെ പക്ഷെ നല്ല പശയായതുകൊണ്ടേ. പുതിയ അടുപ്പ് എന്നാ ഇനി ഉദ്ഘാടനം? അച്ചമ്മച്ചി വന്നിട്ടേ ഉള്ളോ? ഇത് ഉണങ്ങണ്ടേ? ഇത് ഉണങ്ങണമെങ്കിൽ 2-3 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു. ഇല്ല, അത് പെട്ടെന്ന് തോന്നും. ആ അച്ചമ്മച്ചി വരാൻ ഇനി സമയം എടുക്കും, അതുകൊണ്ടേ. ഒരടുപ്പ് നല്ലപോലെ സെറ്റായി ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോഴത്തേക്കിന് അല്ലേ? നോക്കട്ടെ. ഇതിനാണോ പറയുന്നത് കളി മണ്ണ് കുഴച്ചെടുത്തെന്നൊക്കെ പറയല്ലേ? സിമന്റ് കട്ട ആയതുകൊണ്ട് ഇതെല്ലാം പിടിക്കാൻ വലിയ പാടായത്. ആ അത് കുറച്ച് നല്ലപോലെ മെനക്കെട്ടിനും തേച്ച് വെക്കണം, എന്നാലേ ആകത്തുള്ളൂ. മറ്റേ ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ആ ഇത് കൈവച്ചാകുമ്പം. മേസ്ത്രിമാരുടെ കരണ്ടിയൊക്കെ വേണം അല്ലേ? അതന്നെ. ഞാൻ മണ്ണ് കുഴക്കുന്ന കണ്ടിട്ടെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നല്ലേ? നല്ല രസമില്ലേ മണ്ണ് കുഴക്കേ? നല്ല രസമുണ്ട്. കുഴച്ച് വാരി തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ. ഈ മണ്ണും കൊണ്ട് നമുക്ക് മറ്റേ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നു. എല്ലാ സാധനവും ഉണ്ടാക്കാം. നല്ല പശയല്ലേ? നല്ല പശയാ. ചട്ടി ഉണ്ടാക്കിയാലോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണ് മാത്രം മതിയായിരുന്നു ഈ അടുപ്പുണ്ടാക്കാൻ. അടുപ്പ് ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കായിരുന്നു. അതെ അല്ലേ? അപ്പൊ അടുപ്പുമായി വിറകും ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇനിയിപ്പം നമുക്ക് വിറകടുപ്പ് വെച്ചെല്ലാം ഉണ്ടാക്കാം. ഇനിയിപ്പോ കടലെടുക്ക് തുറന്നാലും തുറന്നില്ലേലും വിറക് തീരുന്നിടം വരെ കുഞ്ഞു പിടിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ വാങ്ങിച്ചുകൊണ്ട് വന്ന അടുപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉദ്ഘാടനമൊക്കെ ചെയ്ത് അവർ അതിൻ്റെ അഭിപ്രായമൊക്കെ പറയണം എങ്ങനെയാണെന്നൊക്കെ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. പൂന്തോട്ടമൊക്കെ ഇഷ്ടം പോലെ പൂവായല്ലേ? അതേ നിറയാൻ പോയി. പക്ഷെ ഞാൻ കുറെ റോസക്കമ്പ് കൊണ്ട് നട്ടിട്ടേ ഒന്നും പിടിച്ചില്ല. ഞാൻ കറ്റാർ വാഴയുടെ ഇലക്കകത്തൊക്കെ കുത്തി ഒക്കെ, പക്ഷെ നട്ടതൊന്നും പിടിച്ചില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് കണ്ടോ, വെൽവെറ്റി ചെടിയോ? വെൽവെറ്റി ചെടി നല്ല രസമാണ്. അത് മൊത്തം നല്ല ആ വീഴുന്ന ഭാഗമെല്ലാം നല്ലപോലെ പൂവാകുന്നുണ്ടേ. ഇതിനകത്തൂടെ മറ്റേ കുറച്ച് പുല്ലുണ്ട്, അതെല്ലാം പറിച്ച് കളയണം. എന്നിട്ട് എത്ര പറിച്ചാലും പോവല്ല അത്. ഈ ചെടിയില്ലേ, ഇത് കണ്ടോ, ഇത് ഈ നിലത്ത് നിൽക്കുന്ന ആ ചെടി എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ആ ബാഗിനകത്ത് കണ്ടോ, അതിനത്ര ഇത് പോരാ. കാരണം നിലത്ത് നിൽക്കുന്നതിന് നല്ലൊരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അത് രാവിലെ വൈകിട്ട് നനച്ചില്ലെങ്കിൽ വാടിപ്പോയി. ഏതായാലും നമുക്ക് ചട്ടിക്കകത്ത് മാറ്റി നിലത്താക്കാം എല്ലാം. കുറേ കൂടെ ഇതൊക്കെ കുറച്ച് ഓടിച്ചേ അതിലെ അങ്ങ് നട്ട് വെക്കണം. കുഞ്ഞേ, ഇന്നത്തെ ഞങ്ങളുടെ പണി എങ്ങനെ ഉണ്ടോ നോക്കിയേ. കണ്ടോ? ഉണങ്ങിയോ? ഇല്ലല്ലേ, കുറച്ചും കൂടി ഉണങ്ങാനുണ്ടല്ലേ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട അടുപ്പ്? അത് മണ്ണ് വെച്ച് തേച്ചത്. അതല്ലെങ്കിൽ വിറക് വെക്കുമ്പോഴേ നേരെ ഇരിക്കണ്ടേ. അത് ചോറ് വാർക്കാനായിട്ട്. ബുദ്ധി വൈകിട്ട് കഴിക്കാൻ ബാ, നമുക്ക് സാധനം ഉണ്ടാക്കാം. 4 മണിക്ക് കഴിക്കാൻ ഹെൽത്തി സാധനം ആയിക്കോട്ടെ. ഇതും ദോശയോ? ക്യാബേജും ക്യാരറ്റും തക്കാളിയും പച്ചമുളക് ക്യാപ്സിക്കം, ഇതാണ് നമ്മുടെ സവോള. ഇനി അത് ദോശ ഉണ്ടാക്കൂ. ദോശ മാവാണ് ഒഴിക്കുക ആദ്യം. സോസ് എല്ലാം തീർന്നല്ലോ. കൂട്ടൻ സോസാണ്. സോസിന് പകരം നമുക്ക് മുളക് സെറ്റാക്കാം. ദോശ വെന്ത് കഴിഞ്ഞിട്ടാണോ അത് ഇങ്ങനെ തന്നെ ഇടുമല്ലേ? ഇപ്പം തന്നെ ഇടും. ഇവിടെ മാവ് ഉണങ്ങുന്നതിന് മുമ്പ് ഇട്ടാലേ ഇത് അതിനകത്ത് ജോയിൻ്റ് ആവും. ഇനി സെറ്റ് ആവട്ടെ അല്ലേ? കഴിക്കും. മുളക് ചായയും കൂടെ വെക്കാം അല്ലേ? ഇവിടെ പാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചായയും കൂടെ ഇടാം അല്ലേ? 2 എണ്ണമായി. ദോശ 2 എണ്ണമായി. ചേട്ടാച്ചനും വന്നല്ലോ. ചേട്ടാച്ചനും കൂടെ ഉള്ളത് ഉണ്ടാക്കിയേക്കാം. കുഞ്ഞേ സെറ്റായി. സെറ്റായിട്ടുണ്ട്. ചേട്ടാച്ചനെ വിളിച്ചോണ്ട് പോവാ. സാമ്പാറും ഉണ്ട്. സാമ്പാർ വേണോ? കഴിച്ച് നോക്കിയിട്ട് പറയാം. രാവിലത്തെ സാമ്പാറും കഴിച്ചേക്കാം അല്ലേ? നമ്മുടെ റോഡ് പണി കഴിഞ്ഞിട്ട്. അതെ, റോഡ് പണി കഴിഞ്ഞതൊക്കെ നോക്കാനായിട്ട് വന്നതാ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി.
എന്നാലും മഴ പെയ്യുന്നത് നല്ലതല്ലേ? അതെ കോൺക്രീറ്റ് ഇതിന് വെള്ളം നല്ലതാ, കോൺക്രീറ്റിന് നല്ലതാണ് കഴിയുന്നത്. ഫുള്ള് കംപ്ലീറ്റ് മൊത്തം തീർന്നു കേട്ടോ. അവിടം വരെ ആ 2 ബിൽഡിങ്ങിൻ്റെ അടുത്ത് വരെ ഉള്ളതായി. ആ നമുക്ക് മഴക്കാലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം പണി നടക്കും. ആ എന്ന് വെച്ചാൽ ലോഡൊക്കെ നമുക്ക് മേളിൽ മഴയെ തന്നു അവിടെ വരെ അങ്ങ് വരെയും ചെയ്തല്ലേ? അങ്ങ് വരെ ആയി, മൊത്തം ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. കുറേ ദിവസമായില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? നല്ല സൂപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല കട്ടിക്കല്ലേ? ഒരു കാര്യം ചെയ്യാം, മഴ കണ്ടമാനം കൂടുന്നതിന് മുന്നേ തിരിച്ചു പോയേക്കാല്ലേ? തിരിച്ചു പോയേക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് നല്ല വീതിക്കാണ് ചെയ്തേക്കുന്നത്. ആ ഇവിടെ നല്ല വീതിക്ക് ചെയ്ത് വീട്ടിലോട്ട് കയറുന്നത് കൂടെ കൂട്ടി കണ്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ടിലേക്ക് അല്ല ഹോം സ്റ്റേയിലേക്കൊക്കെ പോകുന്ന ചെമ്പരത്തി വേലിക്കിടയിൽ കൂടെയുള്ള വഴി കേട്ടോ. ഇവിടെയുള്ള വഴികളൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ ചെമ്പരത്തിയൊക്കെ ആയതുകൊണ്ട് 2 സൈഡിലും എന്നും പൂവുണ്ട് ഈ ചെമ്പരത്തിയിൽ. അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.